ഇക്വിപാർട്ടീഷൻ തിയറം ആൻഡ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്നും അതിൽ 3 സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെന്നും, അതായത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ, ഫെർമി ഡിറാക്, ബോസ്-ഐൻസ്റ്റീൻ, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണെന്നും അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നും പഠിച്ചു അല്ലെ. അതിൽ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് കണ്ടു, ആവറേജ് എനർജിയും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യമുള്ള ഇമ്പോർട്ടന്റ് ഫോർമുല ടു റിമെമ്പർ ഈസ് എൻ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ജി ഓഫ് ഇ ഇൻറ്റു എഫ് ഓഫ് ഇ അതായിരുന്നു. പിന്നെ ആ ജി ഓഫ് ഇ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൊമെന്റ് സ്പേസിലേക്ക് പോയി ജി ഓഫ് പി ഈസ് ഈക്വൽ ടു ജി ഓഫ് പി ഡി പി ഈസ് ഈക്വൽ ടു 4πp² ഇൻറ്റു വി ഇൻറ്റു ഡി പി എന്നുള്ള ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് പിനെ ഇൻ ടേംസ് ഓഫ് ഇയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജി ഓഫ് ഇ കണ്ടുപിടിക്കും. ഇത് നമ്മൾ എ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനൊരു ഫോർമുല ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയായിരുന്നു നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? മാക്സ്വെലിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോ കണ്ടുപിടിച്ചത്. എന്നിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ആവറേജ് എനർജി കണ്ടുപിടിച്ചു അല്ലെ. 3/2 NKT എന്നുള്ള ഫോർമുല 3/2 KT എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിലൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇക്വിപാർട്ടീഷൻ തിയറം എന്താണ്? ഓക്കെ, ഇക്വിപാർട്ടീഷൻ തിയറം എന്ന് പറഞ്ഞാല് എവറി ഡിഗ്രി ഓഫ് ഫ്രീഡം, ഏതൊരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആവറേജ് എനർജി എന്ന് പറഞ്ഞാല് ഹാഫ് KT ആണ്. ഓക്കെ, ഹാഫ് KT ആണ് ആവറേജ് എനർജി എന്ന് പറയുന്നത്. ഇനി 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് എന്ത് മോണോറ്റോമിക് ഗ്യാസിന്. അങ്ങനെയാണെങ്കിൽ 3/2 KT ഇൻറ്റു 3 ചെയ്താൽ മതി. ഓക്കെ, ഡയറ്റോമിക്കിന്റെ കേസിൽ 5 ഉണ്ട്. 3 ട്രാൻസ്ലേറ്ററി മോഷനും 2 റൊട്ടേഷൻ മോഷനും ഉണ്ട്. അതിനോട് 5 ഉണ്ട്. അപ്പൊ 5/2 KT. ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എന്തുണ്ടെന്നാ പറഞ്ഞാൽ ഹാഫ് KT ഉണ്ടെന്നാ പറഞ്ഞത്. ഈ ഹാർമോണിക് ഓസിലേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സിൽ ഹാർമോണിക് ഓസിലേറ്റർ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ആവുമ്പോൾ അതിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ദിസ് ഇസ് 1 ഡയമെൻഷൻ ആണ്, ഓർത്ത് വെക്കണേ. 1 ഡയമെൻഷണൽ ഹാർമോണിക് മോഷൻ ആണ്. 1 ഡയമെൻഷണൽ ഹാർമോണിക് മോഷന്റെ കേസിലാണ് എന്ത് വരുന്നത്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന്, അതുകൊണ്ട് KT ആണ് വരുന്നത്. ഓക്കെ, KT ആണ് വരുന്നത്. ഇൻറ്റു 2 ആണ് ചെയ്യുന്നത്. ഹാഫ് KT ഇൻറ്റു 2 ചെയ്യുന്നത് കൊണ്ട് KT ആണ് ഫോർമുല വരുന്നത്. സോ ഇക്വിപാർട്ടീഷൻ തിയറം പറയുന്നത് എന്താ വെച്ചാൽ ഫോർ എവറി ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ തെർമൽ ഇക്വിലിബ്രിയം അറ്റ് ടെമ്പറേച്ചർ T ദ ആവറേജ് എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാഫ് KT ആണ്. ഓക്കെ, ഇതാണ് ഇക്വിപാർട്ടീഷൻ തിയറം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, നമ്മൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു മാക്സ്വെൽ ബോൾട്ട്സ്മാന്റെ. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഡിസ്ട്രിബ്യൂഷൻ ലോ. വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വെരി ഡിഫിക്കൽട്ട് ഒന്നല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്ത് ഓർത്ത് വെക്കണം. അതായത് നമുക്ക് നേരത്തെ NOFE-DE കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണേ. ഇത് ചെയ്യാൻ ആ ഫോർമുല നമുക്ക് എന്തായാലും വേണം. അതായത് മാക്സ്വെലിന്റെ ബോൾട്ട്സ്മാന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോയില് നമ്മൾ NOFE-DE കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ബിറ്റ്വീൻ E ആൻഡ് E + DE ആയിരുന്നു ഫോർമുല. അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചത് ഇതായിരുന്നു ഫോർമുല. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. 2πn/πKT all raised to 3/2 e raised to 1/2 e raised to -e/KT dE ഇതായിരുന്നു ഫോർമുല അല്ലെ. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് എനർജി കണ്ടുപിടിക്കാൻ E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 to ഇൻഫിനിറ്റി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക ചെയ്ത്. അതിന് മുമ്പുള്ള ഫോർമുല അതായത് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ എനർജി ഡിസ്ട്രിബ്യൂഷൻ ലോയിലാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ. എന്ത് ചെയ്താൽ മതി? E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയാണ്, ഹാഫ് mv² ആണ്. സോ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനെ എന്ത് ചെയ്യാം? ഹാഫ് mv² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം വിന്റെ ടേംസിലാവും അല്ലെ. അപ്പൊ DE ചെയ്താൽ mv/dv ആവും. അപ്പൊ DEക്ക് പകരം mv/dv കൊടുക്കുക, ഇക്ക് പകരം ഹാഫ് mv² കൊടുക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് കിട്ടും. ഇത് ബൈ ഹാർട്ട് പഠിക്കണം. പക്ഷെ ഇത് ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ, എനർജി കണ്ടുപിടിക്കാൻ. ഇനി ഇത് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫറെന്റ് സ്പീഡ്, അതായത് RMS സ്പീഡ്, പിന്നെ ആവറേജ് സ്പീഡ്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് കിട്ടണമെങ്കിൽ ഇത് കിട്ടണം. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഇത് മാത്രം ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഫോർമുല നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഗീവ്സ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് സ്പീഡ് V ആൻഡ് V + dVന്റെ ഇടയിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനുള്ള സ്പീഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു കേസ് നോക്കാം. കേസിൽ ഫസ്റ്റ് കേസ് എന്താ പറയുന്നത് വെച്ചാല് V 0 ആവണ കേസിൽ N of V എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഒരു V² ടേം അതിലുണ്ട് അല്ലെ.
ഒരു വി സ്ക്വയർ ടേം ഉണ്ട്. അപ്പൊ വി സ്ക്വയർ ടേം ഉണ്ട്. സോ വി സീറോ ആകുമ്പോൾ അതിൻ്റെ വി സീറോ ആയിരിക്കും. ഇനി വി ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേം സ്മോൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതില് ഈ ഒരു ടേം വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇ റേസ് ടു ദിസ് ക്വാണ്ടിറ്റി ഈക്വൽ ടു 1 ആവും. അപ്പോൾ എൻ ഓഫ് വി ഡി വി എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ആയിട്ട് മാറും. പിന്നെ മൂന്നാമത്തെ കേസിൽ വി ഒരു ലാർജ് വാല്യൂ ആണെന്ന് വിചാരിക്കാം. വി ലാർജ് വാല്യൂ ആവുമ്പോൾ ഈ ഒരു ടേം മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ എൻ ഓഫ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു മൈനസ് എന്തായിരിക്കും? എം വി സ്ക്വയർ ബൈ 2kt ആയിരിക്കും. അതായത് എൻ ഓഫ് വി സീറോ ആവുന്ന കേസിൽ എൻ ഓഫ് വി ഇസ് ഈക്വൽ ടു 0 ആവും. അതുപോലെ തന്നെ വി 1 ആവുന്ന കേസിൽ, അതായത് സ്മോൾ വാല്യൂ ആവുന്ന കേസിൽ ഇത് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ആവും. ലാർജ് ആവുന്ന കേസിൽ എന്തോരും എക്സ്പോണൻഷ്യലിന് ഡിക്രീസ് ആണ് സംഭവിക്കുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് സീറോന്റെ കേസ് 0 ആവും. പിന്നെ സ്മോൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വി സ്ക്വയറിന് പ്രൊപ്പോർഷണൽ അല്ല, അപ്പൊ അങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ അത് വെരി ലാർജ് ആവുന്ന കേസിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്, അപ്പൊ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ചെയ്യും. സോ നടുവിൽ കിട്ടുന്ന വെലോസിറ്റി നമ്മൾ ആവറേജ് വെലോസിറ്റി എന്നും അതിന്റെ തൊട്ട് മുന്നേ ഉള്ളത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്നും അതിനുശേഷം നമ്മൾ വി ആർ എം എസ് എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളെ +2 പഠിച്ചിട്ടുണ്ട് വി ആർ എം എസ് വെലോസിറ്റി എന്താണ്, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്താണ്, ആർ എം എസ് സ്പീഡ് എന്താണെന്ന് ഗ്യാസിന്റെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഡെറിവേഷൻ ആയിട്ടായിരുന്നില്ല പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ വി ആർ എം എസ് കണ്ടുപിടിക്കാനാണ്. വി ആർ എം എസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാല് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആർ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ മതി? 1/n ഇൻറ്റു ഇന്റഗ്രൽ 0 to n. നമ്മൾ നേരത്തെ ആവറേജ് എനർജി കണ്ടുപിടിക്കാൻ 0 to infinity ഇ എൻ ഓഫ് ഇ ഡി ഇ ആയിരുന്നു ചെയ്തത്. ഇവിടെ വി സ്ക്വയർ എൻ ഓഫ് വി ഡി ഇ കൊടുക്കാം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച വി സ്ക്വയറിന്റെ വലിയ ടേം ഉണ്ടായിരുന്നില്ല, എൻ ഓഫ് വി ഡി വിന്റെ ടേം ഉണ്ടായിരുന്നില്ല, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനൊന്ന് ചെറുതാക്കാം. നമുക്ക് ഈ ഇന്റഗ്രൽ അറിയില്ല, നമുക്ക് അറിയുന്ന ഒരേ ഇന്റഗ്രൽ എന്തായിരുന്നു? ഇന്റഗ്രൽ 0 to infinity. ആ ഒരു ഇന്റഗ്രൽ ഞാൻ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എക്സ് റേസ് ടു എൻ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാല് എൻ ഫാക്ടോറിയൽ ഇൻറ്റു എ ഇൻറ്റു മൈനസ് എൻ മൈനസ് 1 ആയിരുന്നു. അപ്പൊ അത് അതേ ടേമിലേക്ക് മാറ്റാം. ഇ റേസ് ടു 4 ആയിരുന്നു. ഇതിലുള്ള ടേമിനെ എക്സിന്റെ ടേംസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പൊ എക്സിന്റെ ടേമിൽ ഒരു ഫാക്ടോറിയൽ ടേം വരും, ബാക്കിയുള്ള ഒരു ടേമും കൂടി വരും. അത് നമ്മൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫോർമുലയിലേക്ക് കിട്ടും. എന്നിട്ട് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിന് കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യുക. ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് ആർ എം എസ് സ്പീഡ് എന്തായിട്ട് കിട്ടും? ആർ എം എസ് സ്പീഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3kt/m കിട്ടും. ഓക്കെ, നമ്മൾ എങ്ങനെ മാറ്റിയത്? ഒന്നുമില്ല, ഈ വലിയ ടേമിനെ, അതായത് എക്സ് റേസ് ടു എൻ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്നായിരുന്നു ഫോർമുല. അപ്പൊ അതിലേക്ക് മാറ്റണം. അപ്പൊ ഇതിനെന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി സ്ക്വയറിന് എക്സ് കൊടുക്കാം. 2v dv എന്ന് പറഞ്ഞാൽ dx ആവും. അപ്പൊ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എഴുതുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മള് അത് കഴിഞ്ഞു. ഓക്കെ, ആർ എം എസ് കണ്ടുപിടിച്ചു. അപ്പൊ റൂട്ട് ഓഫ് 3kt/m ഇത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. വി ആർ എം എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3kt/m നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസിൽ. ഇനി മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബിൾ ആണ്, മാക്സിമം വാല്യൂ ആണ്. ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. മോസ്റ്റ് പ്രോബബിൾ കണ്ടുപിടിക്കാൻ dn/dv കണ്ടുപിടിക്കാൻ, അതായത് 0 എന്ന് പറയാം. അതിൽ v ഉണ്ടെങ്കിൽ dp ആയിട്ട് കൊടുക്കാം. അപ്പൊ v ഒരു ഫോം നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ dn/dv കണ്ടുപിടിക്കാം. dn/dv എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറെ എണ്ണത്തിലുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കോമൺ ടേം, ഈ ഒരു വലിയ ടേമില് ഈ ഒരു ടേമൊക്കെ കോൺസ്റ്റന്റ്, അപ്പൊ അതൊക്കെ 0 ആയിരിക്കും. ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവും. അപ്പൊ അതിലൊരു കോമൺ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇനി ഇതും കോമൺ ടേം ആണ്, അപ്പൊ അതും ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പൊ ഒട്ടാകെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2kt/m കിട്ടും. അപ്പൊ മോസ്റ്റ് പ്രോബബിൾ എന്താ കിട്ടിയ? റൂട്ട് ഓഫ് 2kt/m. മറ്റത് എന്താ കിട്ടിയ? റൂട്ട് ഓഫ് 3kt/m ആണ് കിട്ടിയത്. നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആവറേജ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഫോർമുലയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വി സ്ക്വയർ ആയിരുന്നു നമ്മൾ വി സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആർ എം എസ് കണ്ടുപിടിക്കുമ്പോൾ വി സ്ക്വയർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാൻ? നേരത്തെ ചെയ്ത പോലെ തന്നെ വി സ്ക്വയറിന് എക്സ് കൊടുക്കുക. അതേപോലെ dx അപ്പൊ എന്താവും? 2v dv എന്ന് പറയുന്നത് dx ആയിട്ട് മാറും.
അപ്പൊ നമ്മുടെ ഫോർമുല ഉണ്ടായിരുന്നില്ലേ, ഇന്റഗ്രൽ 0 to infinity x raised to n e raised to ax dx എന്ന് പറഞ്ഞാല് n ഫാക്ടോറിയൽ ഇൻറ്റു a മൈനസ് n മൈനസ് 1 ആണ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഫോർമുലയാണ്, സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ ആണ്, ഡയറക്റ്റ് ഫോർമുലയാണ്. അപ്പൊ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √8kT/m എന്ന് കിട്ടും. അപ്പോൾ ഓൾഡർ റിസൾട്ട് നോക്കിയാൽ VRMS ആണ്, അതായത് √3kT/m VRMS ആണ് ഗ്രേറ്റർ ദാൻ. പിന്നെ വരുന്നത് 8kT/m, പിന്നെ വരുന്ന മോസ്റ്റ് പ്രോബബിൾ ആണ്. ഏറ്റവും വലിയ വെലോസിറ്റി എന്ന് പറയുന്നത് RMS ആണ്, പിന്നെ മോസ്റ്റ് പ്രോബബിൾ ആണ്, മോസ്റ്റ് പ്രോബബിൾ ആവറേജ് ആണ്, പിന്നെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടാണ് കിട്ടുക.